എല്ലാവർക്കും ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിന്റെ ഇന്നത്തെ മത്സരം എടുത്ത് നോക്കിയാൽ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം എടുത്ത് നോക്കിയാൽ വളരെ സംഭവബഹുലവും അതേപോലെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു മത്സരം കൂടിയായിരുന്നു അത്. വിനീഷ്യസ് റയൽ വേണ്ടിയിട്ടുള്ള ഒരു പെനാൽറ്റി മിസ്സാകുന്നു, ഹൂലിയൻ ആൽവാരസിന്റെ ഒരു പെനാൽറ്റി ഗോള് ഡിസലോ ചെയ്യുന്നു. അങ്ങനെ വളരെ സംഭവബഹുലം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം. റയൽ മാഡ്രിഡ് ആണെങ്കിൽ ആദ്യപാദ മത്സരത്തിലെ 2-1 ഒരു വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് ഇന്നലെ ഇറങ്ങിയത്. എന്നാൽ ആ ഒരു ആത്മവിശ്വാസം ഒരു മത്സരം തുടങ്ങി വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാനിപ്പിച്ചു എന്ന് പറയാം. കാരണം ഗാലഗറിന്റെ ഗോളിൽ മത്സരം തുടങ്ങി 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഗാലഗർ ഗോൾ നേടിയിട്ട് റയൽ മാഡ്രിഡിനെ ഒപ്പം പിടിക്കുകയാണ്. അഗ്രിഗേറ്റിൽ 2-2 സമനിലയാവുകയാണ്. അവിടുന്ന് ഇരു ടീമും മികച്ച ആക്രമണങ്ങൾ പിന്നെ നടത്തുന്നുണ്ട് ഈ ഒരു ഗോളിന് വേണ്ടിയിട്ട്. എന്നാൽ മത്സരത്തിൽ പിന്നീട് ഒരു ഗോൾ പിറക്കുന്നില്ല. അങ്ങനെയാണ് 70-ാം മിനിറ്റില് എംബപ്പെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ കിക്ക് എടുക്കാൻ വന്നത് വിനീഷ്യസ് ആയിരുന്നു. വിനീഷ്യസിന്റെ ഷോട്ടാണെങ്കിൽ ക്രോസ് ബാറിന്റെ മുകളിലൂടെ പോവുകയും ചെയ്തു. പിന്നീട് കൊറേര അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ. എന്നാൽ അതും ഗോളാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മത്സരം അധിക സമയത്തേക്ക് നീളുന്നു. അങ്ങനെ അവിടെയും ഇരു ടീമിനും ഗോളൊന്നും നേടാൻ കഴിയാതെ വന്നതോടെ പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ റയലിന് വേണ്ടി ഫസ്റ്റ് കിക്ക് എടുക്കാൻ വരുന്നത് എംബപ്പയാണ്. എംബപ്പെ കിക്ക് എടുക്കുന്നു, ഗോളാവുന്നു. അതേപോലെ അത്ലറ്റിക്കോയ്ക്കായിട്ട് സൊർലോത്ത് വരുന്നു, സൊർലോത്തിന്റെ ഷോട്ട് ഗോളാവുന്നു. പിന്നീടാണ് ഹൂലിയൻ ആൽവാരസ് വരുന്നത്. ഹൂലിയൻ ആൽവാരസ് കിക്ക് എടുക്കാൻ മുന്നിലേക്ക് വരുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് സ്ലിപ്പ് ആവുന്നുണ്ട്. സ്ലിപ്പ് ആവുന്നതോടെ അവിടെ പന്തയിലേക്ക് 2 കാലും തട്ടുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഷോട്ട് ഗോളാവുന്നുണ്ട്. പക്ഷെ അത് ഡിസലോ ചെയ്യുകയാണ്. പിന്നീട് അവിടെ വരുന്നത് ബെല്ലിംഗ്ഹാം വരുന്നു, ബെല്ലിംഗ്ഹാം ഗോളാകുന്നു. പിന്നെ കൊറേറയുടെ ഷോട്ട് ഗോളാകുന്നു. അതേപോലെ വാൽവെർദയുടെ ഷോട്ട് ഗോളാകുന്നു. പിന്നീടാണ് ലോറന്റയുടെ ഷോട്ട് വരുന്നത്. ലോറന്റയുടെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി മിസ്സാവുകയാണ് ചെയ്യുന്നത്. അത് ലൂക്കസ് വാസ്കസ് റയലിന് വേണ്ടിയിട്ട് കിക്ക് എടുക്കുന്നു, അതും മിസ്സാവുകയാണ്. അതിനുശേഷം ലാസ്റ്റ് കിക്ക് എടുക്കാൻ വരുന്നത് റുഡീഗറാണ്. റുഡീഗറിന്റെ ഷോട്ട് ഒബ്ലാക്ക് അത്ലറ്റിക്കോ ഗോൾ കീപ്പർ ഒബ്ലാക്കിന്റെ ജസ്റ്റ് കൈകളിൽ തട്ടിയിട്ട് വീണ്ടും ഗോൾ പോസ്റ്റിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ കൈകൊണ്ട് വീണ്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയാണ്. മത്സരശേഷം മാധ്യമപ്രവർത്തകർ അത്ലറ്റിക്കോ കോച്ച് സിമിയോണിനോട് ചോദിക്കുന്നുണ്ട്, ഹൂലിയൻ ആൽവാരസിനോട് ചോദിച്ചോ നിങ്ങൾ ഈ 2 കാലം തട്ടിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിമിയോണി പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുള്ളവരൊന്ന് കൈവെക്കൂ എന്ന രീതിയിലുള്ള എന്നൊക്കെയാണ് സിമിയോണി സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ടില് അവര് തീർത്ത് നിരാശരാണെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡും സിമിയോണി നിരാശരാണെന്ന് നമുക്ക് മനസ്സിലാകാം. മാത്രമല്ല ആ ഒരു ഗോളിന്റെ വിവാദങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. റയൽ മാഡ്രിഡ് ക്വാർട്ടറിലേക്ക് കയറുകയും അതേപോലെ അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് ഈ മത്സരത്തോടെ.